ഒരുപക്ഷെ ഈ രാഷ്ട്രീയ നിലപാടുകൾ ആ കാര്യങ്ങളിൽ ഒരുപക്ഷെ നികേഷ് സാറുമായിട്ടൊക്കെ ചില കോൺഫ്ലിക്റ്റുകളൊക്കെ വന്നു എന്ന് പറഞ്ഞു കേട്ടു. അപർണ തന്നെ പറഞ്ഞ ഇൻ്റർവ്യൂവിനകത്ത് നികേഷ് സാറുമായിട്ട് ചില വിഷയങ്ങളിൽ നികേഷ് സാർ അങ്ങനെ ചോദിച്ചു എന്ന് പറഞ്ഞു കേട്ടു. അത്തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകളിലൊക്കെ വരുമ്പോൾ നികേഷ് സാറിനെ പോലെ ഇത്രയും അനുഭവജ്ഞാനമുള്ള ഒരാളുടെ അടുത്ത് നിന്ന് സംസാരിക്കണമെങ്കിൽ നമുക്ക് ചെറിയൊരു ഇതൊക്കെ വേണം, ബലവും അറിവും ഒക്കെ വേണം. എങ്ങനെയായിരുന്നു അതൊക്കെ ഡീൽ ചെയ്തിരുന്നത്? നമുക്ക് നല്ല ബോധ്യം ഉണ്ടാവണമല്ലോ. നമുക്കിപ്പോൾ നമ്മൾ എടുക്കുന്നൊരു വിഷയത്തിൽ പൊതുവെ സാധാരണഗതിയിൽ ചർച്ചകൾക്ക് കയറുമ്പോൾ നികേഷ് സാറിനെ പോലുള്ള ആൾക്കാരോടൊക്കെ നമ്മളിങ്ങനെ സാറിനോട് തന്നെയാണ് ചോദിക്കുക, സാർ അതെങ്ങനെയാണ്, ഇങ്ങനെയല്ലേ. അപ്പോൾ അത് ചില സമയത്ത് ചില വിഷയങ്ങൾ എടുക്കുന്ന സമയത്ത് അതെ എങ്ങനെ കയറിങ്ങ് സപ്പോർട്ട് ചെയ്യണ്ട എന്ന് പറയുമ്പോൾ എൻ്റെ ബോധ്യം അതാണെങ്കിൽ എനിക്ക് ഒരിക്കലും നിഷ്പക്ഷമായൊരു ചർച്ച നയിച്ചിട്ടില്ല. കാരണം പലപ്പോഴും ആൾക്കാർ പറയുമോ പറഞ്ഞ ഒരു നിഷ്പക്ഷയല്ല, ഞാൻ നിഷ്പക്ഷയൊന്നുമല്ല, ഞാൻ ന്യൂട്രൽ പൊളിറ്റിക്സിൻ്റെ ആളും അല്ല, ന്യൂട്രൽ ജേർണലിസത്തിൻ്റെ ആളും അല്ല, ഞാൻ നിഷ്പക്ഷ രാഷ്ട്രീയം പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. എൻ്റെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഞാൻ ചർച്ചകൾ നടത്തിയിട്ടുള്ളൂ. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. നിഷ്പക്ഷ രാഷ്ട്രീയം എന്നുള്ള രാഷ്ട്രീയവും ആ പക്ഷമൊന്നും പിടിക്കാനില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ശരിയാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ മതനിരപേക്ഷതയുടെ ഭാഗമായി നിന്നിട്ടുള്ള ഒരാളാണ്. വർഗീയതയ്ക്കെതിരെ കൂടുതലായി സംസാരിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ആ രാഷ്ട്രീയത്തോടൊഴികെ മറ്റേത് രാഷ്ട്രീയവും എന്നെ സംബന്ധിച്ചിടത്തോളം അക്സെപ്റ്റബിൾ ആണ്. മതനിരപേക്ഷതയുടെ രാഷ്ട്രീയം എനിക്ക് അക്സെപ്റ്റബിൾ ആയ രാഷ്ട്രീയമാണ്. അപ്പോൾ ആ രാഷ്ട്രീയത്തോട് ചേർന്ന് പോകാനാണ് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളത്. അപ്പം നികേഷ് സാറിനോട് ചില കാര്യങ്ങളിലൊക്കെ സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ സാർ വിചാരിക്കുന്നത് പോലെ ആയിരിക്കില്ല. അപ്പോൾ അത് വിഷയങ്ങൾ പെർട്ടിക്കുലർലി പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ സാറിനത് അംഗീകരിക്കാൻ പറ്റാത്ത വിഷയമാണെങ്കിൽ എൻ്റെ ബോധ്യമായിരിക്കും. അത് അറിവ് എന്നുള്ളതല്ല, അത് ഇപ്പം നമുക്കൊരു ചെറിയ കുട്ടിക്കാണെങ്കിലും നമ്മളെക്കാളും ചില കാര്യങ്ങളിൽ വളരെ അറിവുണ്ടാവില്ലേ. പക്ഷേ നമുക്ക് ചിലപ്പോൾ അത്രയും ധാരണ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ സാറിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ ചെറിയ കുട്ടിയാണ്. സാറിൻ്റെ മുന്നിൽ ഭയങ്കര അറിവിൻ്റെ കാര്യത്തിലാണെങ്കിലും ജേർണലിസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും വളരെ വളരെ താഴെ നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ ചില കാര്യങ്ങളിൽ എൻ്റെ ബോധ്യങ്ങൾ എനിക്ക് ശരികളാണ്. അപ്പോൾ ആ ശരികളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് സംസാരിക്കാൻ എനിക്ക് നല്ല ധൈര്യം എല്ലായ്പ്പോഴും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ശരികൾ എനിക്ക് എപ്പോഴും ധൈര്യം നിന്നിട്ടുണ്ട്. ഞാൻ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല. ഞാൻ അതുകൊണ്ട് ആരുടെ മുന്നിൽ തലകുനിക്കേണ്ട കാര്യമില്ല. എനിക്ക് എൻ്റെ കാര്യങ്ങൾ പറയാൻ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ ചർച്ചകളിലും എൻ്റെ നിലപാടുകൾ സ്വീകരിക്കുന്ന കാര്യത്തിലും ഒക്കെ തന്നെ എപ്പോഴും അങ്ങനെ തന്നെയാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആരോട് വേണമെങ്കിലും തർക്കിക്കാനും അല്ലെങ്കിൽ ആരോട് വേണമെങ്കിലും സംസാരിക്കാനും എനിക്ക് കിട്ടുന്ന ധൈര്യം എൻ്റെ നിലപാടിലെ സത്യസന്ധതയാണെന്നാണ് എനിക്ക് തോന്നിയത്. ഈ കാലഘട്ടത്തിൽ തന്നെയാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ വിഷയം നടക്കുന്നത്. അതിലെടുത്ത നിലപാടുകളോ അതിൻ്റെ ചർച്ചകൾ ഇങ്ങനെ കയറി പോകുമ്പോൾ, അതായത് നമ്മൾ ഇങ്ങനെ കത്തിക്കയറി പോകുമല്ലോ, അപ്പം എതിർപക്ഷത്തെ ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് പോലും ചിലപ്പോൾ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ആ ഭാഗത്തെടുത്ത ഏതെങ്കിലും ഒരു നിലപാട് തെറ്റായി പോയെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഇതുവരെയും. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഈ പറയുന്ന സോളാർ കേസൊക്കെ നിൽക്കുന്ന സമയത്ത് ഞാൻ ആങ്കറിങ്ങിലില്ല. അപ്പോൾ ഞാൻ വളരെ വൈകി ആങ്കറിങ്ങിലേക്ക് എത്തിയ ഒരാളാണ്. അപ്പോൾ ഞാൻ ആങ്കറിങ് തുടങ്ങിയിട്ടൊരു 6 years ഒക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ പ്രത്യേകിച്ചും ഈ സോളാർ കേസുമായി ബന്ധപ്പെട്ട, കാരണം ഉമ്മൻചാണ്ടിക്കെതിരെ ഉണ്ടായിട്ടുള്ള അദ്ദേഹവുമായി ബന്ധപ്പെട്ട, ഇപ്പോൾ അദ്ദേഹം മരിച്ചിരിക്കുന്നൊരു സമയമാണ്, അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിനെതിരെ ഉയർന്നിട്ടുള്ള ആക്ഷേപങ്ങളിലൊന്നും ഈ സോളാർ കേസുമായി ബന്ധപ്പെട്ടാണല്ലോ. ഞാൻ അങ്ങനെയുള്ള പ്രത്യേകിച്ച് ഈ സ്പൈസ് സാധനം എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് പലപ്പോഴും ഈ പറഞ്ഞ സോളാർ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കത്തി കയറി പോകുമ്പോഴാണെങ്കിൽ പോലും അതിനകത്തൊരു ഡിഗ്നിറ്റി ഉണ്ടാവണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മനഃപൂർവ്വം തന്നെ ഒഴിവാക്കുന്ന ഒരാളാണ്.